ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധിച്ചുകൊണ്ട് KPCC ആഹ്വാനപ്രകാരം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി E. വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ മറ്റ് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമല്ല ഇത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനാധിപത്യപരമായിട്ടുള്ള അവകാശത്തിനെതിരായിട്ടുള്ള ഒരു സംഭവം ഈ രാജ്യത്തുണ്ടായപ്പോൾ ആ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം ഇന്നിവിടെ നടക്കുന്നത്. ആ ജനാധിപത്യ സംവിധാനം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിലെ ലോകസഭയിലെയും രാജ്യസഭയിലെയും 300ഓളം വരുന്ന പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിട്ടുള്ള മല്ലികാർജുന ഖാർഗെയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് നടന്നിട്ടുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ആ പ്രതിഷേധത്തിനെ എങ്ങനെയാണ് കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെയും ഒക്കെ അറസ്റ്റ് ചെയ്യുവാൻ യാതൊരു വൈമനസ്യവും അവർക്കുണ്ടായില്ല. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TN കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, P. സുലൈമാൻ, പ്രകാശ് പഴയന്നൂർ, ശിവൻ വീട്ടിക്കുന്ന്, T. നിർമ്മല, ബീന സന്തോഷ്, സന്തോഷ് ചെറിയാൻ, KP ഷാജി, വിനോദ് പന്തലാടി, മോഹൻ പാറത്തൊടി, C. ശ്രീകുമാർ, K. രാധാകൃഷ്ണൻ, സുദേവൻ പള്ളത്ത, MK അബ്ദുറഹ്മാൻ, ബിജു തടത്തിവിള, സുരേഷ് കലാമണ്ഡലം, അബ്ദുള്ള എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വോട്ട് ചോർച്ചയെക്കുറിച്ചും വോട്ട് തട്ടിപ്പിനെക്കുറിച്ചും ഒക്കെ സമൂഹം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബഹുമാനായ നേതാവ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയത്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വോട്ടുകൾ കൂട്ടിച്ചേർത്ത് ഒരു വീട്ടിൽ 80 വോട്ടും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാം ഈ വെളിപ്പെടുത്തലുകൾ കണ്ടപ്പോൾ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്ന് സംശയിച്ചു നിൽക്കുകയാണ്. ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്താനും മതേതരത്വം നിലനിർത്താനും ഭരണഘടന നിലനിർത്താനും വേണ്ടിയുള്ള ശക്തമായ പോരാട്ടമാണ് ഇന്ത്യയിലെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തുന്നത്. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ ജാഥ എല്ലാ തലങ്ങളിലും നടക്കുന്നത്. കേവലം നിങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഏകദേശം 300ഓളം MP-മാരെ അണിനിരത്തിക്കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലുള്ള സമരപരിപാടിയുമായി മുന്നോട്ട് പോയത്. അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ ഇടയായി. പക്ഷേ ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. CCV ന്യൂസ് ചേലക്കര.